ഹലോ ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്നും അത് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാമെന്നും ഇംഗ്ലണ്ടിലുള്ള എൻ്റെ മാസ്റ്ററും എഡോളസിൻ്റെ ഡെവലപ്പറുമായ ബിലീവ് സാർ പറയുന്നത് കേൾക്കുക. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ നേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ? എന്തിനാണ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്? ആശയവിനിമയം നടത്താൻ അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൽ പല എലമെന്റ്സും അടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഇമോഷൻ, ഫീലിംഗ്സ്, ലവ്, അഫെക്ഷൻ. ദർ ആർ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഇൻ എനി ലാംഗ്വേജ്. ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണുമ്പോൾ ചോദിക്കുന്നു, എടാ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ അവൻ അതേ ഫ്രീക്വൻസിയിൽ ആൻസർ പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു, നിനക്കോ? അങ്ങനെ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ തുടരുകയാണ് അല്ലേ? അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് പലതുമാവാം. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ തുടരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതല്ല, താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ടൻ ചെയ്യുന്നു അല്ലേ? ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്റെ മോള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ കോൺവെർസേഷൻ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. Alright, how was the school today? It was brilliant, but I couldn't see Maxon. What happened? Well, Mr. Jones didn't have much time. Wow, then what did you learn? Well, today I learned some English Uh-huh. and then maths Yeah. and spellings in the afternoon. Oh, Then we get to go on code. On the Chromebooks, and I finally got one. that's nice. Then let's go to home and we can do some activities. Alright, Okay, Daddy. let's go, my dear. ഈ കമ്മ്യൂണിക്കേഷൻ തുടരാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലേ? ഏതൊരു ലാംഗ്വേജും നമ്മൾ നേറ്റീവ് വേയിൽ പഠിക്കുമ്പോൾ അത് ടോട്ടലി ഒരു ഡിഫറെന്റ് പാറ്റേണിലാണ് പോകുന്നത്. പഠിക്കുന്നത് ട്രഡീഷണൽ വേയിലാണെങ്കിൽ ഗ്രാമറിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് നമ്മളെ പേടിപ്പിച്ച് ഇതിനെ വലിയൊരു സംഭവമാക്കി മാറ്റി നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ ടാസ്ക് ആയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതൊരു ലാംഗ്വേജ് മാത്രമാണ്, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരേ ഒരു ലാംഗ്വേജ് മാത്രം. നമ്മൾ ചെറുപ്പം മുതലേ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ലാംഗ്വേജ് കിടപ്പുണ്ട്. അതിനൊന്ന് ട്രിഗർ ചെയ്യിച്ചെടുത്താൽ അത് ആക്റ്റീവ് ആവും. അവിടെ നിന്നും നിങ്ങൾക്കൊരു ഗൈഡൻസ് കൂടെ ലഭിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായി. പിന്നീട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് അനുസരിച്ച് എത്ര ലെവൽ വരെ വേണമെങ്കിലും ഇന്ന് ഈ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന്, എനിക്ക് പെനെ പറ്റി സംസാരിക്കണം. ഇറ്റ് ഈസ് എ പെൻ എന്ന് പെറുക്കി പറയാതെ അതിനെ ഒരു നാച്ചുറൽ വേയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നാച്ചുറൽ ലാംഗ്വേജ് ഫോം ചെയ്യപ്പെടുമ്പോൾ അതൊരു സൗണ്ടുകളായിട്ടാണ് ഫോം ചെയ്യപ്പെടുക. എന്ന് വെച്ചാൽ ഇസ് എ പെൻ ആ ഒരു ഫ്രീക്വൻസിയോടെ വരും. അതിന് ഇന്റർനാഷണൽ എന്ന് പറയുക. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഐ യൂസ് ദിസ് പെൻ ടു റൈറ്റ് മൈ നോട്ട്. ദെൻ ഒരുമിച്ച് പറയാം, ഫീൽ ചെയ്ത് കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ട്, വെൽ ഇസ് മൈ ഫേവറേറ്റ് പെൻ, ഐ യൂസ് ദിസ് പെൻ ടു റൈറ്റ് മൈ നോട്ട്. അങ്ങനെ നമ്മൾ ഫീൽ ചെയ്ത് സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ നിന്നും തന്നെ കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റു ലാംഗ്വേജിൽ നിന്നും ഇംഗ്ലീഷിന്റെ വ്യത്യാസം എന്നത് ഇത് നമ്മുടെ നിത്യജീവിതത്തിന്റെ പാട്ടായതിനാൽ നമുക്ക് റൈറ്റ് ചെയ്യേണ്ട വന്നേക്കാം, വായിച്ചാൽ മനസ്സിലാവേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളതിനാൽ നമുക്ക് കുറച്ച് ഗ്രാമറും അറിഞ്ഞിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് ട്രഡീഷണൽ വേയിൽ നിന്നും വളരെ വ്യത്യസ്തമായി പഠിച്ചെടുക്കാൻ സാധിക്കുകയും പഠിക്കുന്നത് ഓർത്തിരിക്കുകയും സ്ട്രൈറ്റ് അവേ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കുവാനും സാധിച്ചാൽ കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഞങ്ങൾക്ക് മോർ ദാൻ 30 ഇയേഴ്സോളമായി ഇന്ത്യയിലും ഇംഗ്ലണ്ടിലുമായി റിസർച്ച് ചെയ്യാൻ സാധിച്ചതിനാൽ അതുകൊണ്ടാണ് ഇതിനെ ഇവല്യൂഷണറി ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സ്കിൽസ് എഡോളോസ് എന്ന് വിളിക്കുന്നത്. ആയതിനാൽ ഒരുപാട് പ്രോഗ്രാമുകൾ നാച്ചുറൽ വേയിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നേരത്തെ അത് ട്രെയിനിങ് സെന്ററുകളിലൂടെ മാത്രം അവൈലബിൾ ആയിരുന്ന ആ പ്രോഗ്രാം ഇന്നിപ്പോൾ ഞങ്ങളുടെ ഡിജിറ്റൽ സ്കൂളിൽ അവൈലബിൾ ആയിരിക്കുകയാണ്. അതിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നും എത്ര നേരം വേണമെങ്കിലും ഏത് സമയത്തും ഒരു ട്രെയിനറുടെ മുമ്പിൽ ഇരുന്ന് പഠിക്കുന്ന എക്സ്പീരിയൻസിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞങ്ങളുടെ ഡിജിറ്റൽ സ്കൂളിൽ നിന്ന് 2 കോഴ്സുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഫഷ്യന്റ് കോഴ്സ്. 4 ലെവലുകളിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഈ കോഴ്സ് ലെവൽ 1 എന്ന് പറയുന്നത് നമുക്കൊരു ബേസിക് ഗ്രാമർ തന്നുകൊണ്ട് നിങ്ങൾ പോലും അറിയാതെ ഡിഫറെന്റ് മെത്തഡോളജിയിലൂടെ നമ്മൾ ഇത് പഠിപ്പിക്കുകയും ആ പഠിക്കുന്ന ഡേ 1 മുതൽ നിങ്ങളുടെ സ്പീക്കിംഗ് ട്രാക്കുകൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. 21 ഡേയ്സ് ഉള്ള ആ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ 15 ദിവസമുള്ള ലെവൽ 2 എത്തിച്ചേരുന്നു. അവിടെ നിങ്ങൾ മറ്റ് ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ സ്പീക്കിംഗിന്റെ പാറ്റേൺ ട്രാക്കുകൾ കൂടുതൽ എൻഹാൻസ് ചെയ്യുകയും അവിടെ നിന്നും ഗ്രാമറിന്റെ അടുത്ത ലെവൽ നമ്മൾ തറവാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ലെവൽ 2 കഴിഞ്ഞ് നമ്മൾ ഇന്റർമീഡിയറ്റിൽ എത്തിച്ചേരുന്നു. ലെവൽ 3 എന്ന് പറയുന്ന സെക്ഷനെയാണ് ഞങ്ങൾ ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഗ്രാമർ നമ്മൾ കൂടുതൽ പഠിച്ചാലും പ്രശ്നമാണ്. നിങ്ങൾക്കറിയാമോ,
2010 ഞാൻ ഇംഗ്ലണ്ടിൽ എത്തിച്ചേരുമ്പോൾ ഗ്രാമർ മുഴുവൻ അരച്ച് കലക്കി കുടിച്ച് എന്തോ അറിയാവുന്ന ധാരണയിലാണ് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ വന്നിറങ്ങി നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് ഇടപെട്ടപ്പോൾ മനസ്സിലായി നമുക്ക് ഒരു കാര്യം പറയാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഗ്രാമർ കയറി നമ്മളെ ബ്ലോക്ക് ചെയ്യുക. അവനത് ഹാസ് ബീൻ പറയേണ്ടല്ലായിരുന്നോ, എന്തുകൊണ്ട് അവൻ ഹാഡ് ബീൻ പറഞ്ഞു, സപ്പോസ് ടു ബി ആവണ്ടായിരുന്നോ, എന്തുകൊണ്ട് ഷുഡ് ഹാവ് ബീൻ പറഞ്ഞു, മൊത്തം പ്രശ്നങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഇതിനെ അൺബ്ലോക്ക് ചെയ്തെടുക്കാൻ 2 വർഷം എടുത്തു. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗ്രാമറിൽ ഫോക്കസ് ചെയ്താൽ നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഇത് പറയുന്നത്. ആ തോട്ടിൽ നിന്നുമാണ് ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് ലെവൽ 3 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്രാമറിൽ നിന്ന് നമ്മളെ വെളിയിൽ കൊണ്ടുവന്ന് നാച്ചുറൽ വേയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുവാണ്. ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് 15 ദിവസത്തെ ക്ലാസ് ആണ്. അതിന്റെ ഡേ 1 മുതൽ നിങ്ങൾ നേറ്റീവ് ലാംഗ്വേജ് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് പല ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തഡോളജികളാണ് നേറ്റീവ് വേയിൽ ലാംഗ്വേജ് നോർമലായിട്ട് നാച്ചുറലായിട്ട് സംസാരിക്കുവാൻ. അതിനുശേഷം നമ്മൾ 21 ഡേയ്സ് ഉള്ള അഡ്വാൻസ് ലെവലിൽ എത്തിച്ചേരുന്നു. അവിടെ നമ്മൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അവിടെ നാച്ചുറൽ ആയിട്ട് എന്ത് കാര്യത്തെപ്പറ്റി സംസാരിക്കുന്ന സ്കിൽസ് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗ്രാമർ വേണ്ട, സ്പീക്കിംഗ് മാത്രം ഇംപ്രൂവ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് ലെവൽ 3 ആൻഡ് ലെവൽ 4 മാത്രം എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഗ്രാമർ എന്താണോ ആ നോളജിനെ നമ്മൾ ആക്ടിവിറ്റീസിലൂടെ അഡ്വാൻസോട്ട് കണക്ട് ചെയ്ത് നിങ്ങളെ നേറ്റീവ് വേയിൽ സംസാരിക്കാൻ വേണ്ടി കേപ്പബിൾ ആക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കുക, 4 ലെവലുള്ള ഈ പ്രൊഫഷന്റെ കോഴ്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡേ 1 മുതൽ നിങ്ങളുടെ സ്പീക്കിംഗ് ട്രാക്കുകൾ ബിൽഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ പഠിക്കുന്ന കാര്യം ഗ്രാമറിന്റെ ബേസ് 100% തറവാക്കാനും അതിലൂടെ നമ്മൾ ആ റൂട്ടിൽ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കോഴ്സിനെ പ്രൊഫഷന്റ് കോഴ്സ് എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ നിങ്ങളെ സ്പീക്കിങ്ങിന് എഫിഷ്യന്റ് ആക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഐഎൽസിന്റെ ഫുൾ ക്ലാസ്സുകൾ 4 സ്കില്ലുകളായ ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് വളരെ ഡെപ്ത് ആയിട്ട് പഠിച്ചെടുക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ട്രെയിനർ ഇരുന്ന് പഠിപ്പിക്കുന്ന സെയിം എക്സ്പീരിയൻസിൽ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന രീതിയിൽ നമ്മുടെ സ്കൂളിൽ നിന്ന് അവൈലബിൾ ആണ്. ഒരുപാട് ആൾക്കാർ അത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ വൈ വെയിറ്റ്? നിങ്ങളൊരു ജെനുവിൻ റിയൽ പ്രോഗ്രാം ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു റിയൽ പ്രോഗ്രാം, സെൻഡ് യുവർ വോയിസ് നോട്ട് ഓർ റിക്വയർമെന്റ് ഇൻ എ വാട്സ്ആപ്പ്. We will get in touch with you. So, thanks for watching. See you on the other side. Bye bye.